ഹലോ ബഡി സീസ് മീ ഐബടി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരിൽ നിന്ന് ട്രിവാൻഡ്രത്തോട്ട് നൈറ്റ് സർവീസ് നടത്തുന്ന ഷാമ ട്രാവൽസിലെ AC സ്ലീപ്പർ ബസ്സിലാണ് ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത്. നമ്മുടെ ബോഡി ഡ്രീം ക്യാച്ചർ ആണ്, ഏഷ്യർ വണ്ടിയാണ്. ഏഷ്യറിന്റെ 36 ബർത്ത് സ്ലീപ്പർ ആണ്. അല്ലെ, വേറെ എന്തൊക്കെ നമുക്ക് ഈ ബസ്സിൽ സൗകര്യങ്ങളുണ്ട്? വണ്ടിയുടെ സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ AC-യുടെ ഇതാണിത്. ഓപ്പൺ ചെയ്ത് AC നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ആവശ്യത്തിന് ഡയറക്ഷൻ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിലുള്ള ലൈറ്റിന്റെ ഇത് മെയിൻ ആയിട്ടുള്ള ലൈറ്റ് വേണമെങ്കിൽ ഇത് വിൻഡോ സൈഡിൽ വേണമെങ്കിൽ 3 സ്വിച്ച് ഉണ്ട്. 3 ലൈറ്റ് ഫെസിലിറ്റി ആണ് ഉള്ളത് ഇതില്. പിന്നെ നമ്മളെ നീറ്റ്നെസ് കണ്ടല്ലോ, ബെഡും കാര്യങ്ങളും ബ്ലാങ്കറ്റ് ഒക്കെ കണ്ടല്ലോ. അതെ, നല്ല വൃത്തിയാണ്, നല്ല ലുക്ക് ഉണ്ട്. അകത്ത കാഴ്ചകൾ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്, ഒരു പ്രീമിയം ലുക്ക് തന്നെ ഉണ്ട്. പിന്നെ നമ്മള് വാട്ടർ കൊടുക്കുന്നുണ്ട് കയറുമ്പോഴത്തേക്കും അല്ലേ. ഷാമയുടെ കൊടുക്കുന്നുണ്ട്, വെള്ളം കൊടുക്കുന്നുണ്ട്. ലൈറ്റ് എന്ന് പറയുമ്പോൾ പാസഞ്ചർ കയറി ഫസ്റ്റ് വാഷ്റൂം വരെ ഈ ഫുള്ള് ലൈറ്റും കാണും. പിന്നെ അവരവരെ ബെഡിലുള്ള ലൈറ്റ് അവർക്ക് സ്വന്തമായിട്ട് തന്നെ ഓഫ് ചെയ്യാന്നുള്ളതാണ്. ഈ ലൈറ്റ് ഒക്കെ സ്വന്തമായിട്ട് തന്നെ ഓഫ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ നമ്മളെ ഈ മുകളിലുള്ള ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തിട്ട് ഈ പാസേജിലെ ലൈറ്റ് മാത്രം ഇട്ടിരിക്കും. നമുക്ക് നടന്നു പോകാനായിട്ട് മോർണിംഗ്, അതായത് നമ്മള് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് പാസഞ്ചറെ വിളിക്കുന്ന സമയത്ത് അകത്ത് ലൈറ്റ് ഓൺ ആക്കും. അല്ലാതെ ഉറങ്ങുന്ന സമയത്ത് ഈ ലൈറ്റ് മാത്രം ഇട്ടിരിക്കും. പിന്നെ ഈ നമ്പർ ഇതുണ്ടല്ലോ, ഈ സൈഡിലെ സീറ്റ് നമ്പറിലെ ലൈറ്റും ഓൺ ആയിരിക്കും. ഈ 2 ലൈറ്റ് മാത്രമേ നമ്മൾ നൈറ്റ് ഓൺ ആക്കി ഇടാറുള്ളൂ. നമ്മൾ ട്രിവാൻഡ്രത്തുള്ളതാണെങ്കിൽ നമ്മളെല്ലാവരും ഫസ്റ്റ് മീറ്റിംഗ് ആണ്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു യൂട്യൂബർ ഈ നാട്ടിൽ ഒട്ടൊന്നും പോലും അറിവിടായത് ഇവിടെ വന്നിട്ടാണ് നമ്മൾ പരിചയപ്പെട്ടത് തന്നെ അല്ലേ. വുമൺ സേഫ്റ്റി, GPS, CCTV, AC, കംഫർട്ട് സ്ലീപ്പിംഗ് ആൻഡ് വൈഫൈ, ഇതൊക്കെയാണ് നമ്മുടെ ഈ വണ്ടിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന സൗകര്യങ്ങൾ. വണ്ടിയുടെ പുറകിൽ തന്നെ ഒരു എമർജൻസി എക്സിറ്റ് ഉണ്ട്, എല്ലാ വണ്ടിയിലും ഉള്ള കണക്ക് തന്നെയാണ്. എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ഡിക്കി സൗകര്യം അതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഡിക്കി സ്പേസ് ഒക്കെ അതെ, കണ്ടു. അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കിലോട്ട് സ്പേസ് ഉണ്ട്, സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചാർട്ട് നമുക്ക് ഇതിലാണ് വരുന്നത്. പാസഞ്ചർ എവിടുന്ന് ബോർഡിംഗ് പോയിന്റ്, കാര്യം ഡ്രോപ്പ് പോയിന്റ് എന്നുള്ള സംഭവം ഇതിലാണ് നമുക്ക് ചാർട്ട് വരുന്നത്. ഇതനുസരിച്ചാണ് നമ്മള് പാസഞ്ചറെ കോൾ ചെയ്ത് വിളിക്കുന്നത്. പിന്നെ അവരെ ഇറങ്ങാനുള്ള സ്ഥലത്ത് നമ്മൾ ഇറക്കി വിടുന്നത്. ഓൾറെഡി 35 സീറ്റ് ബുക്ക് ആയിട്ടുണ്ട്. ഓൾറെഡി 35 സീറ്റ് ബുക്ക് ആയി. ഒരു സീറ്റ് കൂടെ ബാക്കിയുള്ളൂ. ഒരു സീറ്റും കൂടെ ബാക്കിയുള്ളൂ. അത് ഇനി ഇവിടെ നമ്മൾ ബോർഡിംഗ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ബോർഡിംഗ് ഓരോന്നായിട്ട് ബോർഡിംഗ് കാണിക്കും, ടിക്കാവും. അത്രേ ഉള്ളൂ. ബോർഡിംഗ് നമ്മൾ കൊടുക്കും, അത് അതിൽ കാണിക്കും. ഇത് ഒരു വേക്കന്റ് സീറ്റ് ഉള്ളതാണ്, ബാക്കിയുള്ളൂ. അപ്പൊ നമ്മുടെ സുഹൃത്തുക്കളെ പരിചയപ്പെടാം. വിഷ്ണു അളിയൻ, ട്രിവാൻഡ്രം ആറ്റിങ്ങൽ. അടുത്തത് അരുണ്, ട്രിവാൻഡ്രം മലയൻകീഴ്. എവിടെയാണ്? ഈറോഡ്. സുരേഷ്, ഈറോഡ്. അപ്പൊ നമ്മൾ 3 സുഹൃത്തുക്കളോടൊപ്പമാണ് നമ്മളിന്ന് നമ്മുടെ ഈ ഷാമ ട്രാവൽസിൽ യാത്ര ചെയ്യുന്നത്. എത്ര മണിക്കാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത്? നമ്മള് മടിവാളയിൽ 8:30, ട്രിവാൻഡ്രത്ത് 8:30 ആകുമ്പോഴത്തേക്ക് ഏകദേശം 12 മണിക്കൂർ യാത്ര. ബാംഗ്ലൂർ ടു ട്രിവാൻഡ്രം 12 മണിക്കൂർ യാത്ര. നമ്മൾ പോണ റൂട്ട് പോകുന്നത് ബാംഗ്ലൂര്, കൃഷ്ണഗിരി, സേലം, നാമക്കല്ല്, മധുര, നാഗർകോവില്, തിരുനെൽവേലി, നാഗർകോവില്, ട്രിവാൻഡ്രം. അപ്പൊ നമുക്ക് ട്രിവാൻഡ്രം തിരുനെൽവേലി അല്ലാതെ ട്രിവാൻഡ്രം എറണാകുളം വഴി സർവീസ് ഉണ്ട്, കോയമ്പത്തൂർ വഴി. അത് എത്ര മണിക്കാണ് ട്രിവാൻഡ്രത്ത് നിന്ന് എടുക്കുന്നത്? ട്രിവാൻഡ്രത്ത് രാത്രി 10 മണിക്ക് എടുക്കുമല്ലേ? എത്ര മണിക്ക് തിരിച്ചെത്തും? ഇവിടെ എത്തും പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 2 മണിയാകും. 2 മണിയൊക്കെ ആകും. അപ്പൊ ഏകദേശം ഒരു 14 മണിക്കൂർ ഏകദേശം. അത് തൃശ്ശൂർ ടൗണ്, കോയമ്പത്തൂർ ടൗൺ ഒക്കെ കയറുന്നുണ്ട്, അത്രയും ലേറ്റ് ആവും. ഓക്കെ. എന്നാലും ട്രെയിനിലൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം 16 മണിക്കൂറൊക്കെ എടുക്കും. നോർമൽ 16 മണിക്കൂർ എടുക്കും. ഏകദേശം അതിന് മുമ്പ് എത്തും തോന്നില്ലേ? നമുക്കിവിടെ ആടിനെ കൊണ്ടുപോകുന്ന വണ്ടി ഇവിടെ അടുത്ത് കിടപ്പുണ്ട്. നമ്മളെ പാർക്കിൽ നമുക്ക് അതൊന്ന് കാണാം. ഇപ്പൊ ഇതാണ് ആടിനെ കൊണ്ടുപോകുന്ന വണ്ടി. ഏകദേശം 10-200 ആടുകൾ കയറും. അതിൽ കൂടുതൽ കയറും. 2 ട്രോ ആയിട്ടൊക്കെയാണ് ഉള്ളത്. നമുക്കൊന്ന് എടുക്കാമല്ലോ? കുഴപ്പമൊന്നുമില്ലല്ലോ. അതൊന്നും കുഴപ്പമില്ല. പക്ഷെ ആടെല്ലാം കാലിയാണല്ലോ. ഇനിയിപ്പോ ഇത് ഇത് ഇവിടെ വന്നിട്ട് അവര് പിന്നെ വേറെ വണ്ടി കൊണ്ടൊന്ന് ചേഞ്ച് ചെയ്ത് കൊണ്ടുപോവുക. ഓക്കെ. നമുക്കും ഓൾറെഡി ഇപ്പം 3 വണ്ടിയല്ല കിടക്കുന്നത്. ഇപ്പൊ ഒരു 6 വണ്ടിയാണ് കിടക്കുള്ളത്, എല്ലാം ഓപ്പോസിറ്റ്. നമ്മളെ ഷാമ ട്രാവൽസ്. ഷാമ മൊത്തം ടോട്ടലി 10 വണ്ടിയുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു 5 വണ്ടി ഉള്ളപ്പോൾ ബാക്കി 5 വണ്ടി ഓപ്പോസിറ്റ് ആവും. ട്രിവാൻഡ്രം റൂട്ട് 2 സൈഡേ ഉണ്ട്. അപ്പോഴവിടെ മൊത്തം 4 വണ്ടിയായി. പിന്നെ രാമേശ്വരം, അങ്ങനെ ചെന്നൈ. എല്ലാം സ്റ്റാർട്ടിങ് ബാംഗ്ലൂരിൽ നിന്ന്. മടിവാളയാണ് നമ്മളെ മെയിൻ ആയിട്ടുള്ള ഓഫീസ്. മടിവാള.
അപ്പൊ ഇതിന്റെ ബുക്കിംഗ് ഒക്കെ എങ്ങനെയാണ്? ബുക്കിംഗ് ഓൺലൈൻ ബുക്കിംഗ് ആണ്. ആ. ഓഫീസ് ബുക്കിംഗ് ഉണ്ട്, ഓൺലൈൻ ഉണ്ട്. കൂടുതൽ റെഡ് ബസ് വഴിയാണ് ബുക്ക് ചെയ്യുന്നത്. റെഡ് ബസ്, ഹബീബസ് അങ്ങനെയൊക്കെ കുറെ ഇതുണ്ടല്ലോ, അത് വഴിയാണ് ബുക്ക് ചെയ്യുന്നത്. പിന്നെ അല്ല ഡയറക്റ്റ് ബുക്ക് ചെയ്യുന്നവരും ഉണ്ട്. നമ്മൾ സ്ഥിരം പാസഞ്ചർ അങ്ങനെ ഡയറക്റ്റ് ബുക്ക് ചെയ്യും, ഷാമയുടെ ഇത് വെച്ച് ബുക്ക് ചെയ്യും. ഓക്കെ. അത് ഓഫീസ് ബുക്ക് മാത്രമേ ഷാമ എന്ന് വരുള്ളൂ, അല്ലെങ്കിൽ റെഡ് ബസ് തന്നെയാണ് കൂടുതൽ. ഞാൻ ബാംഗ്ലൂർ സത്യം പറഞ്ഞ ആദ്യമായിട്ടാണ്. അപ്പൊ എനിക്ക് സ്ഥലങ്ങളും പേരുകളും ഒന്നും അറിയത്തില്ല. എന്നാലും ഒന്ന് വന്നു കണ്ടു. കാണാൻ പറ്റില്ല. സിറ്റിയിലോട്ടാണ് കറക്റ്റ് ബാംഗ്ലൂർ കാണാനുള്ളതല്ലേ? സിറ്റിയിലോട്ടാ കാണാനുള്ളത്. ഞാനും ഇവിടെ ഏകദേശം 1.5 വർഷമായി ഡ്യൂട്ടി കയറിയിട്ട് ഇതുവരെയും ബാംഗ്ലൂർ ഫുള്ളായിട്ട് കറങ്ങാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല. എങ്ങനെയാണ് ബാംഗ്ലൂർ കറങ്ങാൻ? ബാംഗ്ലൂര് കാണാനുള്ള സ്ഥലങ്ങളുണ്ട്. അത് നമ്മളെ ഓരോരുത്തരും നമ്മളെ ഫണ്ട് അനുസരിച്ചിരിക്കും, സാമ്പത്തികം അനുസരിച്ചിരിക്കും ബാംഗ്ലൂര് ചെലവാകുന്നത്. നമ്മുടെ ബസ്സിന്റെ കൂടെ ഉള്ള മറ്റൊരു ബസ്സാണ് ഷാമയുടെ. ഇത് എങ്ങോട്ടാ റൂട്ട് പോണേ? ഇത് ബംഗളൂർ ടു വേളാങ്കണ്ണി. വേളാങ്കണ്ണി. എന്താ റൂട്ട്? ബംഗളൂർ, സേലം, ആത്തൂർ, വിരുദാചലം, ചിദംബരം, സീർഗാഴി, തിരുക്കടയൂർ ആൻഡ് കാരൈക്കൽ, നാഗപ്പട്ടണം, വേളാങ്കണ്ണി. ഇത് എത്ര മണിക്കാ സ്റ്റാർട്ടിങ്? എത്ര മണിക്ക് അവിടെ എത്തും? ഇങ്ങ 9:30 മടിവാള, അങ്ക 6 o'clock വേളാങ്കണ്ണി. വേളാങ്കണ്ണി കാലയിലെ 6 o'clock ഷാർപ്പ്. ഓക്കെ ഓക്കെ ഓക്കെ. പേര് சொல்லுங்க. പ്രകാശ്. ഓക്കെ. ഊര് സ്വന്തം ഊര് ധർമ്മപുരി, പുറത്ത് വളർത്തിയതല്ല ബാംഗ്ലൂർ. ഓക്കെ ഓക്കെ, താങ്ക് യു. കാണാം. ഓക്കെ. ഇപ്പൊ വണ്ടി എടുക്കാൻ ഇനിയും കുറച്ച് സമയമുണ്ട്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ചെറുതായിട്ട് ലൈറ്റായിട്ട് ഫുഡ് എന്തെങ്കിലും കഴിക്കാന്ന് പറഞ്ഞ് പുറത്തോട്ട് വന്നതാണ്. റോട്ടിലോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാംഗ്ലൂർ ഒരുപാട് കാണാനുണ്ട്. പക്ഷേ നമ്മളിവിടെ ഹാൾട്ട് ആവുന്നില്ലല്ലോ. ഇവിടെ വന്നാൽ 2-3 മണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്യത്തുള്ളൂ. നമ്മൾ ഡ്യൂട്ടിക്ക് പോവുക. ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളായിട്ട് കാണാം. ഹാൾട്ട് ആവണേണ്ടെന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുള്ള് കറങ്ങാൻ പറ്റും. നമ്മളിവിടെ അടുത്തുള്ള ഷവർമ കടയിൽ കയറിയിട്ടുണ്ട്. സ്ഥിരം ഇവിടെ തന്നെ അറിയാൻ കണക്ക് വരുന്നത് അല്ല. ഞാൻ ഇവിടെ നിന്ന് ഷവർമ കഴിക്കാറുണ്ട്. അത്യാവശ്യം നമ്മളെ നാട്ടിലെ അനുസരിച്ച് 50 രൂപ ഷവർമ. 50 രൂപ ഉള്ളൂ. ക്വാണ്ടിറ്റി ഉണ്ടോ? നല്ല രീതിയിൽ ക്വാണ്ടിറ്റി നമ്മൾ ആസ്വദിച്ച് കഴിയണം അല്ലേ? അല്ലേ? സമയം ഏകദേശം 7:30 ആയപ്പോഴത്തേക്ക് നമ്മുടെ യാത്ര തുടങ്ങി. നമ്മുടെ പാർക്കിങ്ങിൽ നിന്ന് മടിവാളയിലോട്ടാണ് പോകുന്നത്. ഫസ്റ്റ് പിക്കപ്പ് പോയിന്റ് മടിവാളയിൽ നിന്നിട്ടാണ്. ഫോറം മാൾ ബാംഗ്ലൂരിലെ ഏറ്റവും വലിയ മാളാണ്. വലിയ മാളാണ്. ഇന്ന് തിരക്ക് കുറവാളിയാ. ഇന്ന് ശനിയാഴ്ചയല്ലേ, എല്ലാരും 3/4 ആൾക്കാർ നാട്ടിൽ പോയി. ഇതാണ് മടിവാള. ഇതാണ് മടിവാള. സമയം ഏകദേശം 7:30 ആയപ്പോഴത്തേക്ക് നമ്മൾ മടിവാള എത്തി. മടിവാളയിൽ നമ്മുടെ ശ്യാമ ട്രാവൽസിന്റെ ഓഫീസിന് മുന്നിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്നാണ് ഫസ്റ്റ് പിക്കപ്പ്. ഇവിടെ ഷാമയുടെ മാത്രമല്ല, ഇവിടെ മുരഹര, അതുപോലെ തന്നെ കൊമ്പന്റെ ഒക്കെ ഓഫീസ് ഇവിടെ കണ്ടു. പക്ഷെ കൊമ്പന്റെ ഓഫീസ് ഇങ്ങനെ പൂട്ടിയിട്ടേക്കാണ്. അവിടെ എന്താണ് സംഭവം എന്ന് അറിയാൻ വയ്യ. അടച്ചിട്ടേക്കുന്ന കണ്ടു. എൻ്റെ തൊട്ട് മുന്നിൽ തന്നെയാണ്. എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്, പക്ഷെ ക്യാമറ കിട്ടുന്നുണ്ടാന്ന് അറിയാൻ കഴിയുന്നില്ല. മടിവാളയിൽ നിന്ന് മാത്രം 32 പേരാണ് ഇന്ന് ഈ ഒരു ഒറ്റ ലൊക്കേഷനിൽ കയറാനായിട്ട് പോകുന്നത്. ഏകദേശം സമയം 8 മണി കഴിഞ്ഞു. പിന്നെ എന്താ 8:30ക്കാണ് നമ്മുടെ വണ്ടി എടുക്കുന്നത്. 8:30 വണ്ടി എടുത്ത് നേരെ പിന്നെ 4 പേരും കൂടെ വഴിയിൽ നിന്ന് കയറാവുള്ളൂ. പിന്നെ നോൺ സ്റ്റോപ്പ് ആയിട്ട് നമ്മളങ്ങ് പോവുക. സമയം ഏകദേശം 8:30 കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ മണിവാളയിൽ നിന്ന് യാത്ര തുടങ്ങി. ബാംഗ്ലൂർ ഹെവി ട്രാഫിക്കാണ്, ഒരു രക്ഷയില്ല. മണിക്കൂറുള്ള സമയം എടുത്താണ് കിലോമീറ്ററുകൾ ജസ്റ്റ് മൂവ് ആവുന്നത്. അപ്പോൾ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വെള്ളം കൊടുക്കുക. നമ്മുടെ വണ്ടിയിൽ കയറുന്ന എല്ലാവർക്കും തന്നെ ഫസ്റ്റ് ഒരു ബോട്ടിൽ വെള്ളം കൊടുക്കുന്നുണ്ട്. നമ്മളെ മടിവാള പോലീസ് സ്റ്റേഷൻ പാസ്സായി. സിൽക്ക് ബോർഡാണ് നമ്മളെ അടുത്ത പിക്കപ്പ് പോയിന്റ് എന്ന് പറയുന്നത്. അങ്ങോട്ട് പോവാം. ഏകദേശം ഒരു 5 മിനിറ്റ് കൊണ്ട് സിൽക്ക് ബോർഡ് എത്തും. ട്രാഫിക് ആയതുകൊണ്ട് ഏറ്റവും കൂടുതൽ ട്രാഫിക് വെള്ളിയാഴ്ച ദിവസമാണ്. ഇന്നും ഇപ്പൊ വെക്കേഷൻ ടൈം അല്ലേ, അതുകൊണ്ട് ട്രാഫിക് നല്ല കൂടുതലാ. ദിവസമൊന്നുമില്ല, കൂടുതലാ. ഇന്നിപ്പോ ശനിയാഴ്ചയാണല്ലോ. ശനിയാഴ്ച. സാധാരണ വെള്ളിയാഴ്ച എല്ലാം നല്ല ട്രാഫിക് വരാറുള്ളൂ. ഈ മാസം അറിയാലോ, വെക്കേഷൻ ടൈമും കാര്യങ്ങളും ആയതുകൊണ്ട് ആഴ്ചകളില്ലാതെ ട്രാഫിക്കാ. എല്ലാ ദിവസവും ട്രാഫിക് ഇതൊന്നുമല്ല. ഒരു 2 മണിക്കൂറോളം ട്രാഫിക്കായി കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. എല്ലാ ദിവസവും അല്ല, ചില സമയങ്ങളിൽ ഒന്നാമത് ഇവിടെ ഫ്ലൈ ഓവറിന്റെ വർക്ക് കിടക്കുക ബാംഗ്ലൂര്. ഇത് മെട്രോ അല്ലേ? ഇത് മെട്രോ ഏകദേശം റെഡിയായെന്നൊക്കെ പറയുന്നുണ്ട്. മെട്രോ ഓണാക്കി സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നൈറ്റ് സർവീസിന്റെ ബസ്സൊന്നും മടിവാള പാസ്സായി അങ്ങോട്ട് വിടില്ല എന്നൊക്കെയാണ് പറയുന്നത്. അറിയില്ല, അതിനെ കുറിച്ചൊന്നും അറിയില്ല. എല്ലാം കേൾവികൾ മാത്രമാണ്.
സമയം ഇപ്പോൾ ഏകദേശം 10:30 ആവുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്ന കൃഷ്ണഗിരിയിലാണ്. റെസ്റ്റ് റൂമിന് വേണ്ടി നിർത്തിയാണ്. കൂടാതെ ഇവിടെ തന്നെ ഹോട്ടലുണ്ട്. ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാം. നമുക്ക് ഡ്രൈവേഴ്സിനായിട്ട് പ്രത്യേകമായിട്ട് ഒരു റൂമുണ്ടല്ലേ ഫുഡ് കഴിക്കാനായിട്ട്. ഇപ്പോൾ പാസഞ്ചേഴ്സിന് വേറൊരു ഏരിയയും ഡ്രൈവേഴ്സിനായിട്ട് വേണ്ടി ഡ്രൈവർ ക്രൂ അല്ലെങ്കിൽ വണ്ടിയുടെ ക്രൂ ആയിട്ട് വേറൊരു റൂമാണ്. അപ്പോൾ നമ്മളവിടെ കയറി ഫുഡ് കഴിച്ചു. ചപ്പാത്തി ചോറൊക്കെ തന്നെയായിരുന്നു. അത് കഴിച്ചിട്ട് നമ്മൾ തിരിച്ചിറങ്ങാൻ പോവുകയാണ്. ഇനി നേരെ അടുത്ത സ്റ്റോപ്പ് എങ്ങോട്ടാണ്? അരുവാക്കുറിച്ചിയാണ് അടുത്ത സ്റ്റോപ്പ്. ഏകദേശം 90% വണ്ടികളും ഇവിടെ തന്നെയാണ് ഫുഡ് കഴിക്കാൻ നിൽക്കുന്നത്. ഹോട്ടൽ ഉദയല്ലേ? ഹോട്ടൽ ഉദയ കൃഷ്ണഗിരി. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ കൃഷ്ണഗിരി ഹോട്ടലിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയാണ്. ഇനി നേരെ അടുത്ത സ്റ്റോപ്പ് അരുവാക്കുറിച്ചി. ആ സമയം 10 മണിയായി. വണ്ടി ഫുള്ളാണ്. വണ്ടിയില് ഒരുവിധപ്പെട്ട എല്ലാ സീറ്റും ഫുള്ളാണ്. വണ്ടി പറക്കുകയാണ്. അണ്ണൻ പറപ്പിക്കുകയാണ്. മുഖത്ത് ആ ഒരു എക്സ്പ്രഷൻ കണ്ടാ അണ്ണൻ വെച്ച് അകത്താണ്. സാധാരണ ഒരു ബെട്ടെങ്കിലും കിട്ടും. ഇങ്ങോട്ട് വന്നപ്പോ ഒരു ബെഡ് കിട്ടി. അപ്പൊ അങ്ങോട്ട് പോയപ്പോ ഒരു ബെഡുമില്ല. അപ്പൊ നമുക്ക് ഇനി വേറെ വഴിയൊന്നുമില്ല. ഇവിടെയാണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് 3 പേർ കൂടെ ഇവിടെ കിടക്കാൻ പറ്റുമോ? കിടന്നല്ലേ പറ്റുള്ളൂ. അപ്പൊ നമ്മള് സൈഡ് വാക്കൊക്കെ പിടിച്ചാൽ കിടക്കും. കുഴപ്പമില്ല. നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ തോന്നാണ് സ്പേസ് ഇല്ലെന്നൊക്കെ. നിനക്ക് കാല് മാത്രം നൂട്ട് വയ്ക്കാൻ പറ്റില്ലല്ലോ. പറ്റും. നമ്മൾ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. അതാണ് ഡ്രൈവേഴ്സ്. അതെ. അല്ലെ കിടാ സമയമായി. അപ്പൊ ഒരുവിധം എല്ലാരും കയറിയില്ലേ? എന്റെ ആളെയും ഫുഡൊക്കെ കഴിച്ച് സെറ്റായി. നല്ല കനത്ത് കേട്ടാ. 2 ആഴ്ചയുടെ നല്ല ആളെയും കയറി കടിച്ച് കൊഴുത്ത്. അല്ലെ ഉറങ്ങുന്നില്ല. അടുത്ത നൈറ്റ് ഡ്യൂട്ടി എടുക്കാനുള്ളതല്ലേ? അലയും പോയി കിടന്നു തുടങ്ങി. ഞാൻ ഇവിടെ കിടന്നു. നോ പ്രോബ്ലം, ഐ വിൽ ബെയർ. അങ്ങനെയല്ല, ചന്ത് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടാണ് വന്നിട്ടുള്ളത്. അതെ. അളിയൻ പോയി കിട. അളിയന്റെ ഉറക്കമാണ് നമുക്ക് പ്രധാനം. ഡ്രൈവർ ഫസ്റ്റ്. അലയൻ നെക്സ്റ്റ് ഡ്യൂട്ടി എടുക്കാനുള്ളതാണ്. അലയൻ ക്ലോസ് ചെയ്തു. അതെ. അപ്പൊ നമ്മള് വെളിയിലാക്കി അലയൻ കേറായി. എനിക്ക് ആ സീറ്റിന് ഇവിടെ ഇങ്ങനെ കിടക്കാം. നമ്മളിങ്ങനെയാണ് കിടക്കുന്നത്. ഒരാൾ ഇങ്ങനെയാണ് കിടക്കും. നമ്മള് അടുത്ത ആള് ഇവിടെ ഇങ്ങനെ കിടക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കിടക്കും. അണ്ണ വണ്ടിക്കും. പുള്ളിക്കാരെ ഫുള്ള് ഓണാണ് കേട്ടോ. പുള്ളിക്കാരെ കണ്ട അതാ വണ്ടിയൊക്കെ പറപ്പിക്കുക. സമയം ഏകദേശം 6 മണിയാകുന്നു. അപ്പൊ നമ്മളിങ്ങനെ തിരുനെൽവേലി പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തിരുനെൽവേലി ശങ്കർ സിമന്റ് ഫാക്ടറി ഒക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ശങ്കർ സിമന്റ് എന്നൊക്കെ തിരുനെല്ലിനോട് എടുത്തുകൊണ്ടാണ് നമ്മളെ കേരള വണ്ടികളൊക്കെ ഉണ്ടല്ലേ ഇവിടെ. വിഷ്ണുവളിയാണ് ഡ്രൈവ് ചെയ്ത് നൈറ്റ് കയറിയത്. ഏകദേശം 3 മണിയായപ്പോഴത്തേക്കും അളിയൻ കയറി. നമ്മളെ സുരേഷൻ ഉറങ്ങാനായിട്ട് കിടന്നു. അങ്ങനെ മഴ നീങ്ങാണോ അടുത്തുകൊണ്ടിരിക്കുന്നത്. നാഗർകോവിൽ എത്ര മണിയാകുമ്പോ എത്തും? ഏകദേശം 6:45, 7 മണി. 6:45, 7 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ നാഗർകോവിൽ എത്തും. പിന്നെ അവിടെ നേരെ ട്രിവാൻഡ്രത്തോട്ട് കയറും. മൊത്തം എത്ര മണിക്കൂർ സമയം? നമ്മൾ എത്ര മണിക്ക് ട്രിവാൻഡ്രത്ത് എത്തും? 8:30 മണി. 8 മണി. അപ്പൊ ഒരു 3 മണിക്കൂർ സമയം ഇല്ലായിരുന്നു. 3 മണിക്കൂർ. 8:30, 9 മണിക്കുള്ളിൽ എത്തും. അതെ. ഇനി നമുക്ക് നാഗർകോവിൽ നിന്ന് ട്രിവാൻഡ്രം പോകാൻ മാത്രമേ സിംഗിൾ റോഡുണ്ട്. ബാക്കി ഫുള്ള് ടോൾ റോഡാണ്. 6 വരിപ്പാതയാണ്. 6 വരിപ്പാതയും 4 വരിപ്പാതയും രണ്ടും ഉണ്ട്. രണ്ടും ഉണ്ട്. അത് നല്ല വിശാലമായിട്ട് ഫ്രീ ആയിട്ട് കിടക്കണല്ലേ. നമുക്ക് അത്യാവശ്യം നല്ല വേഗതയിൽ പോവുകയും ചെയ്യാം. ട്രാഫിക് ഇല്ലല്ലോ. പിന്നെ രാവിലെ ആയതുകൊണ്ട് നാഗർകോവിൽ നിന്ന് അങ്ങോട്ട് ട്രാഫിക് ആയിരിക്കും. നാഗർകോവിൽ നിന്ന് തിരുവനന്തപുരം വരെ ട്രാഫിക് ആയിരിക്കും. ഇനി നമുക്ക് ഡ്രൈവർക്ക് ക്ഷീണം തോന്നുന്നത് നമ്മുടെ സീറ്റ് നല്ല ഇതാണല്ലോ, എയറാണല്ലോ. സീറ്റ്. കന്യാകുമാരി ബോർഡൊക്കെ വന്നു തുടങ്ങി. ഏകദേശം ഇനി ഒരു 50 കിലോമീറ്റർ കൂടെ കന്യാകുമാരിയിട്ടുള്ള ദൂരമുള്ളൂ ഇവിടെ നിന്ന്. നമ്മള് ഒരു 25 കിലോമീറ്റർ വരെ അടുത്തോട്ട് പോയിട്ട് അവിടെ നിന്ന് കട്ട് ചെയ്ത് നമ്മൾ ട്രിവാൻഡ്രത്തോട്ട് തിരിയും. ബാംഗ്ലൂരിൽ നിന്ന് നമ്മുടെ ഒസൂരിൽ നിന്ന് കൃഷ്ണഗിരി വരെ മാത്രമേ റോഡിന്റെ പണി നടക്കുന്നു. അത് കഴിഞ്ഞാൽ ഇത് തന്നെ നല്ല റോഡാണ്. അപ്പൊ എത്ര കിലോമീറ്റർ ഒസൂരിൽ ഇപ്പൊ നമ്മള്? ഒസൂരിൽ ഇപ്പൊ നമ്മളൊരു 500 കിലോമീറ്റർ അടിക്കണം. 500 കിലോമീറ്റർ കവർ ഈ സെയിം റോഡിൽ കൂടെ. അതെ. എന്റെ പോകുന്നു.
അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, നമ്മളെ ബാംഗ്ലൂർ ടു ട്രിവാൻഡ്രം നാഗർകോവിൽ വഴി എത്ര കിലോമീറ്റർ ഉണ്ട് ടോട്ടൽ? ഏകദേശം ഒരു 700 കിലോമീറ്റർ വരും. അപ്പൊ നമുക്ക് ഇവിടുത്തെ റോഡുകളിൽ വെച്ചാൽ AI ക്യാമറ അങ്ങനെ അധികം ഇല്ലെന്ന് തോന്നുന്നില്ലേ? ഇത് പോലീസിന്റെ ഒരു പരിപാടികളും ഇല്ല അല്ലേ? സ്പീഡ് ക്യാമറ വെച്ചുകൊണ്ടിരിക്കുന്ന ആകെ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്. ബാരിക്കേഡ് വെക്കും. അപ്പൊ അത് എനിക്കൊന്ന് ജംഗ്ഷനൊക്കെ വരുമ്പോഴാണ് തോന്നുന്നത് ശ്രദ്ധിക്കാൻ വേണ്ടിട്ട് വെക്കുന്നതായിരിക്കാം അല്ലേ? പക്ഷെ നമ്മുടെ നാട്ടിൽ ഇനി പുതിയ റോഡുകളൊക്കെ വരുമ്പോഴത്തേക്ക് അവിടെ ടോൾ എത്ര വരുന്നുണ്ട്? 16 ടോളാണെന്നാ പറഞ്ഞത്. നമ്മളെ ട്രിവാൻഡ്രം ടു കാസർഗോഡ് വരും അല്ലേ? 14 ടോളോളം പുതിയത് വരുന്നുണ്ട്. മിക്കവാറും AI ക്യാമറകൾ ആദ്യമായിട്ട് കുത്തിക്കയറ്റാൻ പറ്റുന്നിടത്തോളം കുത്തിക്കയറ്റും. പറ്റുമെങ്കിൽ കുറച്ച് അല്ലേ ഹൈവേ പോലീസുകാരും വഴിയിൽ നിൽക്കും. പിന്നെന്തുവാ, സ്പീഡ് ലിമിറ്റുകൾ നമുക്ക് കൺട്രോൾ ആവും. ഇത്രയും നല്ല റോഡ് ഉണ്ടാക്കിയിട്ട് നമുക്ക് സ്പീഡ് ലിമിറ്റ് മാക്സിമം ബൈക്കുകാർക്ക് എന്തായാലും നിലവിൽ 60 ഉള്ളൂ, ഓട്ടോക്കാർക്ക് 50 ഉള്ളൂ അല്ലേ? പിന്നെ ബസ്സൊക്കെ 80 അല്ലേ മാക്സിമം? 70-80 ആ ഒരു റേഞ്ചേ ഉള്ളൂ. പിന്നെ നമുക്ക് ലോറി, ചരക്ക് ലോറിയൊക്കെ ആകുമ്പോഴത്തേക്കും 40-60 ആ റേഞ്ചാണെന്ന് തോന്നുന്നു. അപ്പൊ വലിയ റോഡുണ്ടായിട്ട് നമുക്ക് എന്തായാലും ആ ഒരു വേഗതയിൽ പോകാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പുതിയ പുതിയ നിയമങ്ങൾ ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ. നമ്മള് തിരിയാനുള്ള സ്ഥലമായി കേട്ടാ, നാഗർകോവിലിന് തിരിയാനുള്ള സ്ഥലമായി. അത് നേരെ പോയി കഴിഞ്ഞാൽ കന്യാകുമാരി. എത്ര കിലോമീറ്റർ ആണ് ഇവിടെ? 25 കിലോമീറ്റർ. ഇവിടുന്ന് 10-28 കിലോമീറ്റർ വരും കന്യാകുമാരി. റോഡ് നേരെ കന്യാകുമാരി ചെന്നൊക്കെ തീരുവാ. കന്യാകുമാരി ജമ്മു കാശ്മീർ ഹൈവേ കണ്ടായിരുന്നു. എനിക്ക് കറക്റ്റ് അറിയത്തില്ല, എന്നാ ഞാൻ പറയാത്ത. ഇത്രയും കാറ്റാടികൾ ഞാൻ ഇതുവരെ ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല. എനിക്ക് ഈ റൂട്ട് ഞാൻ ഇത്രയും അധികം അടുത്തടുത്ത് കണ്ടിട്ടുള്ളത്. റോഡിന്റെ സൈഡിൽ തന്നെ വെച്ചേക്കുന്നത് അല്ലേ? അല്ല, നമ്മള് തിരിയാണോ? നമ്മള് തിരിയോ? ഇനി ഇവിടെ നിന്ന് നാഗർകോവിൽ എത്ര കിലോമീറ്റർ ഉണ്ട്? നാഗർകോവിൽ ഒരു 20 കിലോമീറ്റർ. ഇത് ബൈപ്പാസ് വന്നോണ്ട് വലിയ ഉപകാരമാണ്. അല്ലെങ്കിൽ ആ കാവൽക്കുന്ന വയല് ആ സിംഗിൾ റോഡിൽ കൂടെ പഴയ തോവാള മാർക്കറ്റിന്റെ അകത്തൂടെ കയറിപ്പോ അവിടെ നല്ല തിരക്കായിരിക്കും. ഇല്ല തിരക്കാ. ഓ, അവിടെ ഒരു കാറ്റാടി മാത്രം ജെട്ടി ഇറങ്ങുന്ന ഇറങ്ങുന്നത് അന്യായി ഇറങ്ങുന്ന പ്രാന്തെടുത്ത് ഇറങ്ങുന്ന എഞ്ചിന് സൗണ്ട് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് കേട്ടോ. എഞ്ചിൻ സൗണ്ട്. ഇതാണ് കാറ്റാടിമല പള്ളി. ഏതാണ്? ഇതിന്റെ അകത്തോട്ടാണ് കാറ്റാടിമല പള്ളി. ഓക്കെ. നമ്മുടെ മലയാളത്തിലേക്ക് എഴുതിയിട്ടുണ്ടല്ലോ ദേവസഹായം മൗണ്ട് അല്ലേ? നമ്മുടെ നാട്ടിൽ നിന്ന് ഒത്തിരി ആൾക്കാർ വരും ഇവിടെ. ഈ ഭാഗത്ത് കൃഷി കുറവാണ്. കൃഷിയാ? കൃഷി കല്ലോ. അത് തെങ്ങും പാടമല്ല, തെങ്ങും പാടമല്ലാതെ അധികം അങ്ങനെ കണ്ടില്ല. ഇവിടെയൊക്കെ തെങ്ങ് പഴയ കേരളമല്ലേ? ഓക്കെ. പഴയ കേരളം. നമ്മുടെ ഈ നാട് കൊടുത്തിട്ടാണ് നമ്മള് പാലക്കാട് മേടിച്ചല്ലേ? അതെ, പാലക്കാട് നെന്മാറ ഭാഗമുള്ള നെന്മാറ കൊല്ലങ്കോട് ആ ഭാഗമൊക്കെ മേടിച്ചത്. നമ്മുടെ കന്യാകുമാരി പോയ പോക്കെ അല്ലേ? ശരിക്കും ഇപ്പോഴും നമ്മുടെ ജനങ്ങൾക്ക് വിഷമമുണ്ടല്ലേ? കന്യാകുമാരി എന്ന് പറയുന്നത് ഒരു പ്രസിദ്ധമായ സ്ഥലമല്ലേ? അതെ. നമ്മൾ നഷ്ടപ്പെടുത്തിയത് നമുക്ക് നഷ്ടമല്ലേ? ആണോന്ന് ചോദിച്ചാ ആണോന്ന് ചോദിച്ചാ ആണ്, അല്ലേന്ന് ചോദിച്ചാ അല്ല. നോൺ എ സി ആണല്ലേ? നമുക്കാണോ? ചായയും കടിയല്ലേ? ചായയും കടി സ്ഥിരമുള്ളതാ. പുള്ളിക്കാരെ നമ്മളെ കാത്തിരിക്കൂ? നമുക്ക് വേണ്ടി മാത്രമോ? ഫ്ലവർ ഇറക്കുന്നുണ്ട്, അവർക്കുള്ള ഫ്ലവർ ഇവിടെ ഇറക്കുന്നുണ്ട്. നമുക്കൊരു സ്നേഹ സമ്മാനം. ചായയും
വടയും. ഇപ്പൊ നമ്മൾ നാഗർകോവിലോട്ട് കയറുമ്പോഴുള്ള അല്ലെങ്കിൽ നമ്മുടെ ട്രിവാൻഡ്രത്തോട്ട് പോകുമ്പോഴുള്ള ലാസ്റ്റ് ടോളാണെന്ന് തോന്നുന്നു അല്ലേ? ട്രിവാൻഡ്രത്ത് ഇനി പോകുമ്പോ ഇനി ടോളുണ്ടോ? ഇനി ടോളില്ല. ഓക്കെ. നമ്മൾ നാഗർകോവിലോട്ട് കയറിയിട്ടുണ്ട്. ഈ ഒരു ഭാഗം തൊട്ട് നമ്മൾ ഇനി ഫുള്ള് സിംഗിൾ ലൈൻ ട്രാക്ക് ആണ് അല്ലേ? ഇപ്പൊ സുരേഷണ്ണ രാവിലെ വന്ന് നമ്മൾ മാർത്താണ്ടൊക്കെ എത്താറായപ്പോഴത്തേക്കും സുരേഷണ്ണ ഇറങ്ങി. സുരേഷണ്ണനെ കുറിച്ച് പറയുകയാണെങ്കിൽ സുരേഷണ്ണനാണ് ഇതിന്റെ സീനിയർ പേഴ്സൺ. ഭയങ്കര ജോലിയാണ്. കൂടുതൽ നമ്മൾ ക്യാമറയിൽ വന്നില്ലെങ്കിലും ഭയങ്കര ജോലി ക്യാരക്ടറാണ് അല്ലേ? അല്ലേ സുരേഷണ്ണ? ഇന്ന് കളിക്കാവിള, പാറശാല, നെയ്യാറ്റിങ്കര, ബാലരാമപുരം, വാപ്പനംകോട്, തിരുവനന്തപുരം. ഇത്രയേ ഉള്ളൂ. നമ്മളെത്തിയല്ലേ? നമ്മുടെ നാട്ടിലെത്തി. അപ്പൊ നമ്മൾ കേരളത്തിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ കളിക്കാവിള എന്താ ചന്തയാണ് കളിയാ? ബസ് സ്റ്റാൻഡ്, മാർക്കറ്റ് ഉണ്ട്, ബസ് സ്റ്റാൻഡ്, കളിക്കാവിള ബസ് സ്റ്റാൻഡ്. നമ്മൾ കേരളത്തിലോട്ട് കയറിയാണ്. ബോർഡറിലെത്തി നമ്മൾ. കളിക്കാവിള, അടുത്തത് പാറശാല. അതോ എത്തി? ബോർഡ് മലയാളത്തിലാണല്ലോ ബോർഡ്. കേരളത്തിലേക്ക് സ്വാഗതം, വെൽക്കം ടു കേരള. അത് കണ്ടു. അപ്പൊ നമ്മൾ കേരളത്തിലോട്ട് കടന്നു കഴിഞ്ഞു. അപ്പൊ നമ്മളിപ്പോ പാറശാല എത്തിയിരിക്കുകയാണ് അല്ലേ ഗൈസ്? ഫസ്റ്റ് സ്ഥലം എന്ന് പറയുന്നത് ഇഞ്ചിവിള അല്ലേ? അപ്പൊ കേരളത്തിലെ ആദ്യത്തെ പേരെന്ന് പറയുന്നത് ഇഞ്ചിവിള, സ്ഥലത്തിന്റെ പേര്. പാറശാല നമ്മൾ ഫേമസ് അല്ലേ? പാറശാല അതെ, അറിയാലോ എന്താണ് കാര്യം. അറിയാം. കേരളത്തിന്റെ അവസാനത്തെ വേറെ എന്ത് കഥ? ഓ ഗ്രീഷ്മയുടെ പത്തേണ്ടി. അത് സംഭവം ഞാൻ ട്രിവാൻഡ്രത്തുള്ളതാണെങ്കിലും ഈ ഭാഗത്തോട്ട് വന്നിട്ടില്ല. നിനക്ക് പറ്റിയ ഏറ്റവും വലിയ പോരായ്മ, അതായത് തൊട്ട് അടുത്ത കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോവാതെ അല്ല ഉഗാണ്ടിലൊക്കെ പോയി. അത് സംഭവം എന്ന് പറഞ്ഞാൽ നമ്മള് എന്താ യാത്രയൊക്കെ തുടങ്ങിയത് ഇപ്പോഴാണ് യാത്രയൊക്കെ തുടങ്ങിയത്. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഫീൽഡേ അല്ലായിരുന്നു. അല്ലെങ്കിൽ എത്ര നാളായി ഈ ഫീൽഡില്? 9 വർഷമായി. 9 വർഷമായി. 9 വർഷമായി ഹെവിയില്. അതിനുമ്പ് ലൈറ്റ് ആയിരുന്നു. ലൈറ്റ് ടാക്സി ഒക്കെ ഓടിയിട്ടുണ്ട് എറണാകുളത്ത്. അപ്പൊ അളിയന്റെ ഇഷ്ട ജോലി എന്ന് പറയുന്നത് ഇതിൽ നിന്ന് മാറുമോ? ഇല്ല. അപ്പൊ അളിയ എത്ര ആളായി ഇവിടെ തുടങ്ങിയിട്ട്? ബസ് ഫീൽഡ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 വർഷവും. 2 വർഷവും. അപ്പൊ അതിനു മുമ്പ് ഞാൻ ആർട്ടിസ്റ്റാണ്. എന്ത് വർക്ക്? ഹൗസ് പെയിന്റിങ്, ഡിസൈൻ വർക്ക്, ഗ്രേപ്സ്, സ്പ്രേ പെയിന്റിങ്. നമ്മള് പഴയ കാല തൊഴിൽ പറയണ നാണക്കേട് കാര്യങ്ങളൊന്നും വിചാരിച്ചില്ല. അതും ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡാണ് എനിക്ക്. അതായത് എങ്ങനെ ഇവിടെ എത്തി? ഇവിടെ എത്താൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കഥയാണ്. അതിലോട്ട് ഇപ്പൊ പോകേണ്ട കാര്യമില്ല. പിന്നെ വണ്ടിയോട് ആർക്കായാലും ഭ്രാന്തില്ലാതെ ആരും ഇല്ല. പയ്യന്മാരെ സംബന്ധിച്ചാലും ഗേൾസിന് ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ചാലും ക്രൈസ് ആണ് വണ്ടി, പ്രത്യേകിച്ച് ബസ് എന്ന് പറയുമ്പോൾ ആണല്ലോ. ഞാൻ ട്രാവലിംഗ് ഇഷ്ടപ്പെടാത്ത ആരുമില്ല. ഞാൻ പിന്നെ ഒരേ സ്ഥലം തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും ട്രാവൽ ചെയ്യുമ്പോൾ പല വിഷമങ്ങളും പല കാര്യങ്ങളും നമ്മള് മറക്കും. അതാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള സംഭവം. അതായത് നമുക്ക് പഴയ കാര്യങ്ങൾ ചിന്തിക്കാൻ സമയം കാണില്ല, പുതിയ കാഴ്ചകൾ കണ്ടോണ്ടിരിക്കും. പഴയതിനെ കുറിച്ച് ആലോചിച്ച് നമ്മൾ എന്തിനാണ് നമ്മളെ ടെൻഷൻ കൂട്ടി ബാക്കിയുള്ള കാര്യങ്ങള്. എത്ര ആളായി അണ്ണ? 25 കൊല്ലമായി. 25 കൊല്ലം സീനിയർ. അണ്ണ ഇങ്ങനെ എത്ര ആളെ എങ്ങനെയാണ് ബസ്സിലോട്ട് വന്ന? മുമ്പ് ബസ്സിൽ തന്നെയായിരുന്നോ? ഇല്ല, നമ്മുടെ എല്ലാ ജോലിയും ചെയ്തിട്ടുണ്ട്. ഹോട്ടലിലെ പണിയെടുത്ത്, പിന്നെ ടീ ഫാക്ടറിയിലെ പണിയെടുത്ത്, കേരളത്തിലെ 5 കൊല്ലം ഒരു വീട്ടിന്റെ പണിയെടുത്ത്, അത് കഴിഞ്ഞിട്ട് അവിടെ വന്നത്. നമ്മളെ ചെക്ക് പോസ്റ്റ് ആയിട്ടുണ്ട്. കയ്യാനിച്ചില്ല കേറ്. പോട്ട് ഇല്ല നമ്മളെ ചെക്ക് പോസ്റ്റ് ആണ്. ഇവിടെ എന്ന് പറയുമ്പോൾ എല്ലാ നൈറ്റ് സർവീസ് ബസ്സും
അതായത് ബാംഗ്ലൂരിൽ നിന്ന് KSRTC ആയാൽ പോലും കൈ കാണിച്ച് ഇവര് ചെക്ക് ചെയ്യും. KSRTC ആണെങ്കിൽ പോലും ചെക്ക് ചെയ്യും. ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വണ്ടിയല്ലേ, ചെക്ക് ചെയ്യും. പിന്നെ നമ്മൾ പിന്നെ പൊതുവെ കൈ കാണിച്ചാൽ മാത്രമേ നിർത്താറുള്ളൂ. നമുക്ക് ടൈമിങ്ങിന്റെ വിഷയമുണ്ട്, പല കാര്യങ്ങളും. അവർ കൈ കാണിക്കണമെങ്കിൽ നമ്മൾ നിർത്തും. ഇപ്പം അവിടെ 3-4 വണ്ടി പിടിച്ചിട്ടിരിക്കുന്നുണ്ട്. നമ്മളവിടെ ചെക്ക് ചെയ്തോണ്ടിരിക്കുക. നമ്മളവിടെ ചെക്ക് പോസ്റ്റിൽ ആരും കൈ കാണിച്ചില്ല. കൈ കാണിക്കുന്ന സമയത്ത് നമ്മളവിടെ നിർത്തും. ഏകദേശം ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂറോളം ചെക്കിംഗ് ഉണ്ടാവും. ഈ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം കൊണ്ടാണ് ഡ്രഗ്സുകളൊക്കെ ചെക്ക് ചെയ്യും. അതെ, ഡ്രഗ്സ് കാര്യങ്ങള്, മദ്യമായാൽ പോലും ചെക്ക് ചെയ്യും അവര്. മദ്യം, പിന്നെ ഹാൻഡ്സ്, തമ്പാക്ക്, ഇങ്ങനത്തെ ഐറ്റംസ്. ഇപ്പം ഹിന്ദിക്കാരന്മാരോ അങ്ങനെ അവർക്കൊന്നും പുതുതായിട്ട് വരുമ്പോൾ അറിയത്തില്ല. അവരിപ്പം ഒരു 100 കവറോ 50 കവറൊക്കെ ബൾക്കായിട്ട് വാങ്ങിച്ചോണ്ട് വരും. യൂസ് ചെയ്യാനാണ് അവര്, സെയിലിനൊന്നും അല്ല. എന്നാൽ പോലും നമ്മള് നെയ്യാറ്റിങ്കര ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാലര് മാത്രമേ ആളിറക്കാനുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് എക്സ്റ്റേഷൻ തമ്പാനൂര്, പിന്നെ നേരെ കഴക്കൂട്ടം, കണിയാപുരം. പാർക്കിംഗ് കണിയാപുരം. അതാണ് ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടത്തെ ഒരു സംഭവമാണ് മോഹൻലാൽ ആറാട്ട് സിനിമ. ഗോപൻ ഇവിടെ ഉത്സവം നടക്കുകയാണല്ലോ. കൃഷ്ണൻ കോവിലില് ഉത്സവമാണെന്ന് തോന്നുന്നു. നേരെ കാണുന്ന അമ്പലമാണോ? അവിടത്തെ ആണെന്ന് തോന്നുന്നു. നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. മതി. അതാണോ ക്ഷേത്രം? ക്ഷേത്രം നെയ്യാറ്റിങ്കരയാണ് നമ്മുടെ സമാധിയായ അദ്ദേഹത്തിന്റെ പേരെന്താ? വർഗീയത ഉണ്ടാക്കൂടെ? പറയലയാ മറ്റാണ് പറയാൻ മതി. അത് അന്ന് സമാധി ലാസ്റ്റ് തേങ്ങ എടുത്ത് അടിച്ചാണ് അങ്ങനെ കിട്ടിയത്. ലഗേജ് ഉണ്ടല്ലോ. ബാലരാമപുരത്തെ കുറിച്ച് 2 വാക്കുകളെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇടത്തോട്ട് പോകുന്ന റോഡ് വിഴിഞ്ഞത്തോട്ടും വലത്തോട്ട് പോകുന്ന റോഡ് കാട്ടാക്കട തൊട്ടും. ഇവിടെ പ്രശസ്തമായ എന്താണുള്ളത്? ഇവിടെ പ്രശസ്തമായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാന്നുള്ളത് വേറെ പലതും കാണും. ഇവിടെ അതായത് തുണിയില്ലേ, തുണിയുടെ നെയ്ത്തിന്റെ പരിപാടിയുണ്ട്. അത് എനിക്കറിയത്തില്ല. അല്ലാതെ എനിക്ക് അതിൽ കൂടുതൽ അതിന്റെ കാട്ടാക്കട വിഴിഞ്ഞം ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് ജംഗ്ഷൻ. ഇതാ ജംഗ്ഷൻ. ഇട സൈഡിലുള്ള പോലീസ് സ്റ്റേഷനാ. അത് പോലീസ് സ്റ്റേഷനാ. തമ്പാനൂര് വരെ നല്ല റോഡാണ്. പക്ഷെ ഒട്ടും വിവരമില്ലാത്ത ആൾക്കാരാ വണ്ടി ഓടിക്കുന്നത്. നമ്മളെ നാട്ടിനെ കുറിച്ച് അങ്ങനെ ഉള്ള കാര്യം ഉള്ളതാണ് പറയണോ. വിവരം ഞാൻ അടുത്തൂടെ പോയിട്ടില്ല. പക്ഷെ എല്ലാവരും ഹെൽമെറ്റ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടല്ലേ? ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ചെക്കിങ്ങിൽ പിടിച്ചു കഴിഞ്ഞാൽ ബുക്ക് പേപ്പർ പോലും കാണത്തില്ല. അതെ, നമ്മുടെ തിരുവനന്തപുരത്തിന് സ്വന്തം വെടിവെച്ചാൻ കോവിൽ. പ്രശസ്തമായ കോവിലായത്. ഇവിടുത്തെ ഐതിഹ്യം ഒന്ന് ചോദിച്ചു കളയില്ല, അറിയില്ല. അളി ഇവിടെ ഉള്ളതല്ലേ? അല്ലെങ്കിൽ എത്ര ദൂരമുണ്ട് അളിഞ്ഞ നാട്ടിലോട്ട്? മലയും കീഴ്. എനിക്ക് അതായത് തമ്പാനൂരൊന്ന് ഒരു 7 കിലോമീറ്റർ. പൂജപ്പുര, അത് കഴിഞ്ഞ് മലയും കീഴ്. പൂജപ്പുര, പേയാട്, അത് കഴിഞ്ഞ് മലയും കീഴ്. ഇതല്ലേ ആ കോവില്? വെടിവെച്ചാൻ കോവില്. വെടിവെച്ചാൻ കോവില്. നേമം കഴിഞ്ഞ് അടുത്ത ജംഗ്ഷൻ വെള്ളയാണി. വെള്ളയാണി എന്ന് പറഞ്ഞാൽ പ്രശസ്തമായ ഒരു ക്ഷേത്രം. വെള്ളയിൽ നിന്ന് ഇടത്തോട്ട് കയറി കഴിഞ്ഞാൽ പുഞ്ചക്കരി, കാർഷിക കോളേജ്, ഈ 2 സംഭവം. കാർഷിക കോളേജും പുഞ്ചകരിയൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. ഫുഡ് കഴിക്കാനായിട്ട് നല്ല 1-2 സ്പോട്ടുകളുണ്ട് ഇവിടെ. വെള്ളയണി, പുഞ്ചക്കരി, വെള്ളയണി. പത്മനാഭന്റെ സ്വന്തം നാട്. അതെ, നമ്മുടെ പത്മനാഭന്റെ സ്വന്തം നാട് തമ്പാനൂർ, ട്രിവാൻഡ്രം. നമ്മൾ എത്തിക്കഴിഞ്ഞു. നമുക്ക് അങ്ങനെ ഇവിടെ ആളെ കിട്ടിയിട്ട് നമുക്ക് ഇനി അടുത്ത പോകാനുള്ളത്, നമുക്ക് കറക്റ്റ് സ്റ്റോപ്പ് എവിടെ വരെ ഉണ്ട്? തമ്പാനൂരല്ല അല്ലെ, കണിയാപുരം വരെ ഉണ്ട്. കറക്റ്റ് റെയിൽവേ സ്റ്റേഷൻ നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് ഞാൻ തമ്പാനൂർ എന്ന് പറയുന്നത്. നമ്മൾ തമ്പാനൂരിൽ ആളെ ഇറക്കി നമ്മൾ നേരെ കണിയാപുരത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. പോണത് ഇനി ചാക്ക വഴി കയറിയിട്ടാണ് പോണത്. അതെ അതെ,
അതെ, നേരെ നമ്മൾ പോയി കണിയാപുരത്ത് എത്തി. നമ്മുടെ ട്രിപ്പ് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ട്രിപ്പിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലോട്ട് നമ്മൾ കടക്കുകയാണ് സുഹൃത്തുക്കളെ. ബാംഗ്ലൂരിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്കുള്ള യാത്ര അങ്ങനെ ഇവിടെ അവസാനിക്കുകയാണ്. തമ്പാനൂരും കഴക്കൂട്ടത്തും കണിയാപുരത്തും ഒക്കെ ആളെ ഇറക്കി നമ്മളിപ്പോൾ കണിയാപുരം പാർക്കിങ്ങിലാണ് വന്ന് കിടക്കുന്നത്. ഒരു പെട്രോൾ പമ്പിലാണ് വന്ന് കിടക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. യാത്ര ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ബസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ക്രൂവിന് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ആയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു യാത്രയും പുതിയൊരു വീഡിയോയും പുതിയൊരു ബസ് പുതിയൊരു ലോറി അങ്ങനെ പുതിയ കാഴ്ചകളും ഒക്കെ ആയിട്ട് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം.